ഹംഗറിയിലെ രാജ്ഞിയായിരുന്ന വിശുദ്ധ എലിസബത്ത്, വിശുദ്ധ മെറ്റിൽഡ, വിശുദ്ധ ബ്രിജിറ്റ്, 3 വിശുദ്ധർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യത്തിനു വേണ്ടിയാണ്. ഇവർക്ക് ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയണം. ഈശോയെ, ഈശോയെ, നിന്റെ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഇവര് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 1230 അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടു. കൂട്ടത്തിൽ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈശോയോട് എന്ത് ചോദിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവര് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈശോയെ, നിന്റെ പീഡാനുഭവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ അവരോട് പറഞ്ഞു, 5480 അടികളാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ കൊണ്ടത്. ആദ്യം മുതൽ പറഞ്ഞാല്, ഈശോ ഗെത്സെമനി തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഈശോയെ ബന്ധിക്കാൻ വന്നത് 150 പേരാണ്. അവര് അവിടെ വെച്ച് തന്നെ ഈശോയുടെ തലയില് 150 പ്രാവശ്യം അടിച്ചു. 150 പ്രാവശ്യം തലയിൽ അടിച്ചു. 80 പ്രാവശ്യം തോളിൽ ചവിട്ടി. 24 പ്രാവശ്യം തലമുടിയിൽ കയറുകൊണ്ട് കെട്ടി വലിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമുക്കറിയാം, ഈശോ പീഡാസഹനത്തിന്റെ സമയത്ത് 180 പ്രാവശ്യം 180 ടൈംസ് ഈശോയുടെ മുഖത്ത് തുപ്പി. ഈശോയുടെ മുഖത്ത് തുപ്പല് കിടക്കാണ്. 180 പ്രാവശ്യം കാർക്കിച്ച് തുപ്പിയതിന്റെ തുപ്പലുകള്. അതിനുശേഷം അതിനുശേഷമാണ് ഈ 5480 അടികള് ഈശോ കൊണ്ടത്. ആ 5480 അടികളിലെ 110 അടികളാണ് തലയിൽ കൊണ്ടതായി ഈശോ പറയുന്നത്. 23 പ്രാവശ്യം താടിമീശ പറിച്ചെടുത്തു. 72 മുള്ളുകളുള്ള മുൾമുടി ഈശോയുടെ ശിരസിൽ അമർത്തി. ഇതിൽ 3 വലിയ മുള്ളുകള് ശിരസിൽ ആഴമായി പതിച്ചു. ഈശോയുടെ ശരീരത്തില് 1008 മുറിവുകൾ ഉണ്ടായി. അവിടെ പീലാത്തോസിന്റെ വീട്ടില് ഈശോയെ നിന്ദിക്കുന്നതിന് വേണ്ടി വട്ടം കൂടി നിന്നത് 1008 പടയാളികളാണ്. ഈശോയുടെ ശരീരത്തിൽ നിന്ന് ചിന്തിയ രക്തമെന്ന് പറയുന്നത് 28,430 തുള്ളി രക്തമാണ്. ഈ വെളിപാടുകൾ ഇവർ എഴുതി വെച്ചു. പ്രിയപ്പെട്ടവരെ, 1890 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ലിയോ 13 മാർപ്പാപ്പ, ഇപ്പോൾ ഉള്ളത് ലിയോ 14 മാർപ്പാപ്പ, 1890 ഏപ്രിൽ മാസം 5-ാം തീയതി ലിയോ 13 മാർപ്പാപ്പ അച്ഛൻ ഇപ്പോൾ നിങ്ങളോട് വായിച്ച ആ വെളിപാടുകള് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ആ വെളിപാടുകളെ ഒരു പേടകത്തിലാക്കി ഇസ്രായേലിലെ ഒരു ദേവാലയത്തില് സ്ഥാപിക്കുകയും ചെയ്തു. കൈയടിച്ച് നന്ദി.